പിണറായി വിജയന്റെ ഭരണത്തിൽ ആർക്കും ജീവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുകയാണ് മലയാളികളെല്ലാം തന്നെ. ഇതിനിടയിൽ കൃഷി ചെയ്ത് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ അതിനും സമ്മതിക്കില്ല എന്ന രീതിയാണ് സംസ്ഥാന സർക്കാർ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. കൃഷി ചെയ്ത് കുരുക്കിലായ അവസ്ഥയിലാണ് കേരളത്തിലെ നെൽ കർഷകർ ഇപ്പോഴുള്ളത്. കൃഷി മാത്രം ഉപജീവന മാർഗമായി സ്വീകരിച്ച കർഷകർ സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില എപ്പോൾ കിട്ടും എന്നറിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളുടെ പഠനം, വിവാഹം, ചികിത്സ തുടങ്ങിയവയ്ക്കെല്ലാം തന്നെ കടം വാങ്ങേണ്ട ഗതികേടിലാണ് കർഷകർ ഇപ്പോഴുള്ളത്. ഇതുപോലൊരവസ്ഥ മുൻകാലത്ത് എങ്ങും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് പാലക്കാട്ടെ കർഷകർ ഉറപ്പിച്ചു പറയുന്നുമുണ്ട്. സംസ്ഥാനത്ത് ഒന്നാം വിളയിൽ സംഭരിച്ച നെല്ലിന്റെ തുക വിതരണം ഉടനെന്ന അധികൃതർ ഉറപ്പിച്ചു പറയുന്നുണ്ടെങ്കിലും ആശങ്കയിലാണ് കർഷകരുള്ളത്. തുക വിതരണത്തിന് സപ്ലൈകോ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ നവംബർ 15 വരെ PRS അംഗീകരിച്ച കൃഷിക്കാർക്ക് മാത്രമേ തുക അക്കൗണ്ടിൽ എത്തുകയുള്ളൂ. ജില്ലയിൽ ഒന്നാം വിള നെല്ല് സംഭരിച്ചതിന്റെ 32,311 PRSകളാണ് ഇതുവരെ നൽകിയത്. ഇതിൽ നവംബർ 15 വരെ സ്ഥിരീകരിച്ചത് 2000 PRSകൾ മാത്രമാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത്രയും കർഷകർക്ക് ആദ്യഘട്ടത്തിൽ തുക ലഭിക്കുകയുള്ളൂ. അടുത്ത ഘട്ടത്തിൽ നവംബർ 30 വരെയുള്ളവയ്ക്ക് വില അനുവദിക്കും. ജില്ലയിൽ ഇതുവരെ 7000 PRSകൾ മാത്രമേ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളൂ. 2 പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർ മാത്രമാണ് പാലക്കാടുള്ളത്. PMOമാർക്കാണ് സ്ഥിരീകരണ ചുമതലയുള്ളത്. ഫീൽഡ്, മിൽ പരിശോധന, ഓഫീസ് ചുമതല തുടങ്ങിയവ മൂലമുള്ള ജോലി ഭാരമാണ് PRS സ്ഥിരീകരണം മന്ദഗതിയിലാകാൻ കാരണം. നെല്ലെടുപ്പിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച 73 കോടി രൂപ ഉപയോഗിച്ചാണ് ആദ്യഘട്ട തുക വിതരണം നടന്നത്. നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളം 500 കോടി രൂപയുടെ കണക്കാണ് കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നതെങ്കിലും നിലവിൽ 73 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. കേന്ദ്രം ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് വിശദീകരണം നൽകുന്നതോടെ ബാക്കിയുള്ള തുക കൂടി അനുവദിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. അതേസമയം കേരള സർക്കാർ നെല്ലെടുപ്പിന് അനുവദിച്ച 175 കോടി രൂപ ഇനിയും വില വിതരണത്തിൽ ലഭ്യമായിട്ടുമില്ല. ഇതും താമസിയാതെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. കേന്ദ്ര സർക്കാർ 2020 മുതൽ നെല്ലിന്റെ കുറഞ്ഞ താങ്ങുവിലയിൽ 3 രൂപ 40 പൈസ വരെ വർധന വരുത്തിയപ്പോൾ പ്രോത്സാഹന വിഹിതത്തിൽ അത്രയും തുക വെട്ടിക്കുറയ്ക്കുന്ന ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനം ഏറ്റവും ഉയർന്ന പ്രോത്സാഹന വീതം നൽകിയത് 2020-ലും 2021-ലുമാണ്. അന്ന് കിലോഗ്രാമിന് 8 രൂപ 60 പൈസ നൽകി. അടുത്ത വർഷം കേന്ദ്രം താങ്ങുവില 20 രൂപ 40 പൈസയാക്കിയപ്പോൾ 7 രൂപ 80 പൈസയായി സംസ്ഥാന വിഹിതം കുറച്ചു. 2023-ൽ നെല്ലിന്റെ അടിസ്ഥാന താങ്ങുവില കേന്ദ്ര സർക്കാർ കിലോഗ്രാമിന് 1 രൂപ 43 രൂപ കൂട്ടി 21 രൂപ 83 പൈസയാക്കി. ഈ സമയം സംസ്ഥാന സർക്കാർ പ്രോത്സാഹന വിഹിതത്തിൽ അത്രയും തുക കുറവ് ചെയ്ത് 6 രൂപ 37 രൂപയായി നിശ്ചയിച്ചു. ഈ വർഷം കേന്ദ്രം 23 രൂപയാക്കിയപ്പോൾ സംസ്ഥാന സംഭരണ വില ഉയർത്താതെ പ്രോത്സാഹന വീതം 5 രൂപ 20 പൈസയായി കുറച്ചു. 2022-ലെ രണ്ടാം വിളക്കാലം മുതൽ സംസ്ഥാനത്ത് സംഭരണ വില വർധനയില്ലാതെ 28 രൂപ 20 പൈസയായി തുടരുന്നു. പുറമെ 12 പൈസ കയറ്റുകൂലിയായി നൽകുന്നുമുണ്ട്. ഫാക്ടം ഫോഴ്സിന് ഈ വർഷം കിലോഗ്രാമിന് 1 രൂപ 50 പൈസ കൂട്ടി നെല്ലിന്റെ താങ്ങുവിലയിൽ കേന്ദ്രം വരുത്തിയ വർധന കിലോഗ്രാമിന് 1 രൂപ 17 പൈസ മാത്രം. ഇങ്ങനെ പോയാൽ എങ്ങനെ രക്ഷപ്പെടും? തൊഴിലാളികളുടെ കൂലി സ്ത്രീകൾക്ക് 450 രൂപ വരെയും പുരുഷന്മാർക്ക് 800 രൂപ വരെയുമായി. കൊയ്ത്ത് യന്ത്ര വാടക മണിക്കൂറിന് 100 രൂപ കൂട്ടി. ട്രാക്ടർ വാടക മിനിമം 500 ആയി. നടീലിനെത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളും ഏക്കറിന് നടീൽ കൂലി 500 രൂപ കൂട്ടി 5000 ആക്കി. 5 ഏക്കർ നെൽകൃഷിയുള്ള ഭൂ ഉടമയുടെ ശരാശരി ദിവസ വരുമാനം 350 രൂപയിൽ താഴെ മാത്രവുമാണ്. അതുകൊണ്ട് തന്നെ പാലക്കാട്ടുകാരായ നെൽകർഷകർ ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണുള്ളത്.